കടം വേണോ? ലോകോത്തര ബ്രാൻഡുകളുടെ എല്ലാ മൊബൈൽ ഫോണുകളും സ്മാർട്ട് ടി വി, സ്മാർട്ട് വാച്ച്, ഹെഡ്സെറ്റ് തുടങ്ങിയ എല്ലാ ഗാഡ്ജറ്റുകളും തവണ വ്യവസ്ഥയിൽ സ്വന്തമാക്കൂ. ജ്യോതി മൊബൈൽസ്, ഏരൂർ. നമസ്കാരം. നാട്ടുവാർത്തയുടെ പ്രിയ പ്രേക്ഷകർക്ക് പുതുവത്സരാശംസകൾ. ഞങ്ങളിന്ന് ഈ പുതുവർഷത്തിൽ പുതിയൊരു അതിഥിയുമായിട്ടാണ് എത്തിയിരിക്കുന്നത്. അതിഥി ആരെന്നല്ലേ? കാഫ 4ാമത് ചാമ്പ്യൻഷിപ്പിൽ മോം ഫിറ്റ്നസിൽ 1ാം സ്ഥാനം കരസ്ഥമാക്കിയ ധന്യാബിയുടെ വിശേഷങ്ങളിലേക്ക് നമുക്ക് പോയി വരാം. Thank you. From the music. ഹായ് ധന്യ. ഹായ്. നമസ്കാരം. നമസ്കാരം. അഭിനന്ദനങ്ങൾ. താങ്ക് യു. കുളത്തുപ്പുഴയ്ക്ക് ഒരു നേട്ടം കൊണ്ടുവന്നിരിക്കുകയല്ലേ അല്ലേ? മിസ്സിസ് കൊല്ലം മോം ഫിറ്റ്നസിൽ അല്ലേ? അപ്പം നമുക്ക് കുറച്ച് അതിന്റെ വിശേഷങ്ങളൊന്ന് പ്രേക്ഷകർക്ക് വേണ്ടി പങ്കുവച്ചാലോ? ധന്യ, നമുക്ക് ആദ്യം നാട്ടുവാർത്ത പ്രേക്ഷകർക്ക് വേണ്ടി ധന്യ ഒന്ന് സ്വയം ഒന്ന് പരിചയപ്പെടുത്തിയിരുന്നെങ്കിൽ നന്നായിരുന്നു. എൻ്റെ പേര് ധന്യ. ഞാൻ കുളത്തൂപ്പുഴ തന്നെയുള്ള ആളാണ്. സ്ഥലം ഇവിടെ കുളത്തൂപ്പുഴ ടിമ്പർ ഡിപ്പോയിലാണ്. വീട്ടിൽ ഹസ്ബൻഡ്, 2 പെൺകുട്ടികളാണ്. മൂത്ത മകൾ ഇപ്പോൾ +2 പഠിക്കുന്നു, രണ്ടാമത്തെ മകൾ 9th. അങ്ങനെ പോകുന്ന കുടുംബം. നമുക്ക് ഫസ്റ്റ് ഒരു ചോദ്യത്തിലേക്ക് കടക്കുകയാണ്. അതായത് ജീവിതത്തിൽ, അതായത് നമ്മൾ ഏതൊരു വീട്ടമ്മയെ സംബന്ധിച്ചും നമ്മൾ ഒരു കുടുംബജീവിതത്തിലേക്ക് അങ്ങോട്ട് കയറുമ്പോൾ വല്ലാത്ത, നമുക്ക് ഒരു സ്ത്രീയെ സംബന്ധിച്ച് വല്ലാത്തൊരു എന്താ പറയുന്ന ഒരു ചുറ്റുവട്ടത്തിലായിരിക്കും നമ്മളുടെ മൈൻഡും ബോഡിയും എല്ലാം. 2 ഡെലിവറിയൊക്കെ കഴിഞ്ഞ സ്ഥിതിയാണല്ലോ. അപ്പോഴത്തേന് എങ്ങനെയായിരുന്നു ഈ ഒരു ബോഡി ഫിറ്റ്നസ് അല്ലെങ്കിൽ വേണം എന്നൊക്കെ അതാരായിരുന്നു പറഞ്ഞു തന്നത്, അല്ലെങ്കിൽ സ്വന്തമായിട്ട് എടുത്തൊരു തീരുമാനമാണോ? അങ്ങനെ ഒരു വഴിത്തിരിവിലേക്ക് വരാനുള്ള ഒരു എന്തായാലും ഒരു മൊമെന്റ് ഉണ്ടായിരിക്കല്ലോ, എന്താ അത്? ഫസ്റ്റ് ഓഫ് ഓൾ, ഞാനിപ്പോൾ ഒരു 5 years ആയി വെയിറ്റ് ലോസ് ഒക്കെ ചെയ്തതാണ്. വെയിറ്റ് കൂടിയതിൻ്റെ ഇതിൽ എനിക്ക് ഒരുപാട് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടായിരുന്നു. മേജർ ഡിസ്കിന് ഒരു സർജറി ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. മൈനർ സർജറി കഴിഞ്ഞു, ഇപ്പോൾ ഒരു മേജർ സർജറി പറഞ്ഞിരിക്കുകയായിരുന്നു. ഇപ്പോൾ ഒരു 5 വർഷക്കാലമായി. പക്ഷേ വെയിറ്റ് ലോസ് ചെയ്യാൻ ഡോക്ടർ സജസ്റ്റ് ചെയ്തു. അങ്ങനെ വെയിറ്റ് ലോസ് ചെയ്ത് ഒരു 5 years ആയിട്ട് അത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നു. അപ്പോൾ ഇടയ്ക്ക് വെച്ചിട്ടൊരു ബ്രേക്ക് വന്നായിരുന്നു. അമ്മ മരണപ്പെട്ട് അതിൻ്റെ ഒരു ഫ്രസ്ട്രേഷനിൽ കുറച്ച് മൈൻഡ് കൊണ്ട് കുറച്ച് ഡൗൺ ആയി. അപ്പം വീട്ടിൽ നിന്നാണ് അങ്ങനെ ഒരു സജഷൻ പറഞ്ഞത്. മക്കൾ പറഞ്ഞു, അങ്ങനെ ആണെങ്കിൽ അമ്മയ്ക്ക് വീട്ടിൽ നിന്ന് വർക്കൗട്ട് ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ജിമ്മിൽ പൊയ്ക്കൂടെ എന്നിങ്ങനൊരു ഓപ്ഷൻ മക്കളും ഹസ്ബൻഡും കൂടെ ചേർന്ന് ചോദിച്ച് അങ്ങനെയാണ് ഞാനിവിടെ ജിമ്മിൽ ജോയിൻ ചെയ്യുന്നത്. ജോയിൻ ചെയ്തിട്ട് 4 months ആയിട്ടുണ്ട്. ധന്യ പറഞ്ഞു 4 മാസേ ആയിട്ടുള്ളൂ ഈ ഫിറ്റ്നസ്സിൽ വന്നിട്ടുണ്ട് അല്ലേ? ഈ ഈ ഫിറ്റ്നസ്സിൽ വന്നിട്ടുണ്ട്. അപ്പൊ ഈ 4 മാസം കൊണ്ട് ഇത്രയും വലിയൊരു നേട്ടം കൈവരിക്കാൻ എന്തായാലും നല്ലൊരു കഠിനാധ്വാനം തന്നെ ഉണ്ടായിരിക്കുമല്ലോ. അതെ, തീർച്ചയായിട്ടും. അപ്പം ഇവിടുത്തെ പിന്നെ മാസ്റ്ററൊക്കെ എങ്ങനെ, നല്ല സപ്പോർട്ടാണോ? അതെ, ഞാൻ വന്നപ്പോൾ ഒരു 1 month കഴിഞ്ഞപ്പോൾ തന്നെ ഇവിടുത്തെ നമ്മുടെ ജിം മാസ്റ്ററാണ് പറഞ്ഞത്, ശൈലേന്ദ്രൻ, ജിം ഓണർ. അദ്ദേഹമാണ് പറഞ്ഞത്, ധന്യയ്ക്ക് ഇങ്ങനെ കോമ്പറ്റീഷൻ ഉണ്ട്, നമുക്ക് ബോഡി ബിൽഡിംഗ് കോമ്പറ്റീഷൻ ഉണ്ട്, പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിച്ച്. അപ്പം ഞാൻ ഓക്കെ, എൻ്റെ ബോഡി സെറ്റാണെങ്കിൽ ഞാൻ ചെയ്യാമെന്നുള്ളൊരു ഇതാണ്. അപ്പം അങ്ങനെ വീട്ടിൽ ചോദിച്ച്, അപ്പോൾ ഹസ്ബൻഡിന് ഓക്കെയാണ്, മത്സരിച്ചോളാൻ പറഞ്ഞു. അപ്പം അതിന് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് തന്നത് ഇവിടുത്തെ ജിം ഓണർ ശൈലേന്ദ്രൻ, അദ്ദേഹമാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു പറ്റും. ഞാൻ കുറച്ച് ഷൈ ആയിട്ടുള്ള ക്യാരക്ടറാണ്, എനിക്കങ്ങനെ പുറത്തു പോയി അധികം സംസാരിക്കുകയോ അങ്ങനെയൊന്നും ചെയ്യാൻ എനിക്ക് പറ്റില്ല. പക്ഷേ ഇവരുടെ സപ്പോർട്ട് മാത്രം കൊണ്ടാണ് ഈ ഒരു വിന്നറാകാൻ കഴിഞ്ഞത്. ഓൾറെഡി വീട്ടമ്മയാണല്ലോ, അപ്പൊ വീട്ടിലെ ജോലി, കുഞ്ഞുങ്ങളെ സ്കൂളിൽ വിടക്കം, ഹസ്ബൻഡിന്റെ കാര്യങ്ങള്, ഇതെല്ലാം നോക്കിയിട്ട് എപ്പോഴാണ് ഈ ഒരു
ജിമ്മിലേക്ക് വരാനുള്ളൊരു സമയം കണ്ടെത്തുന്നത് എപ്പോഴാണ്? വീട്ടമ്മ മാത്രമല്ല ഒരു വർക്കിംഗ് വുമണും കൂടെ ഓ. അപ്പം എല്ലാം കഴിഞ്ഞിട്ട് മോർണിംഗ് എല്ലാം തന്നെ വീട്ടിലെ കാര്യങ്ങളെല്ലാം ചെയ്ത് കഴിഞ്ഞു ഓഫീസിൽ പോന്നു. അത് കഴിഞ്ഞിട്ട് 5:30ക്കാണ് ജിമ്മിൽ ജോയിൻ ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് ഇവിടുന്ന് പോകുമ്പോൾ തന്നെ 8:30 ആവും രാത്രി. എല്ലാ വർക്കൗട്ടും കഴിഞ്ഞ് അങ്ങനെ ഒരു 2 hours മാക്സിമം വർക്കൗട്ട് ചെയ്യാറുണ്ട്. അപ്പം അത് കൂടുതലായിട്ടും ബോഡി ഫിറ്റ്നസ്സിൽ ഒരു മുന്നേ മുതലേ എനിക്കൊരു താല്പര്യമുണ്ട്. ബോഡി നല്ല ഫിറ്റ് ആയിട്ടിരിക്കണം, നമുക്ക് ഇഷ്ടമുള്ള ഡ്രസ്സൊക്കെ ധരിക്കാനും അങ്ങനെയൊക്കെ ആയിട്ട്. അപ്പം അങ്ങനെയാണ് അത് സിൻസിയറായിട്ട് എടുത്ത് ചെയ്തത്. നമ്മൾ ഈ കേട്ടിട്ടുണ്ട്, ശരിയായ ആരോഗ്യം വരുമ്പോൾ ശരിയായ മനസ്സും ആ ശരീരത്തിന് സ്വന്തമാകും എന്നും കൂടെ കേട്ടിട്ടുണ്ട്. ശരിക്കും ഇത്രയുമൊക്കെ ഈ ബോഡി ഫിറ്റ്നസ്സിൽ എത്തി നിൽക്കുമ്പോൾ മുൻപ് ഉണ്ടായിരുന്ന മാനസികാവസ്ഥയിൽ നിന്നും ഇപ്പോഴത്തെ മാനസികാവസ്ഥയുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ താരതമ്യം ചെയ്യുമ്പോൾ വ്യത്യാസം ഉണ്ടായിട്ടുള്ളതായിട്ട് തോന്നുന്നുണ്ടോ? തീർച്ചയായിട്ടും ഒരുപാട് വ്യത്യാസമുണ്ട്. കാരണം മൈൻഡ് കുറച്ച് ഡൗൺ ആയ, ഞാൻ പറഞ്ഞല്ലോ, മൈൻഡ് കുറച്ച് ഡൗൺ ആയ സമയത്താണ് ഞാൻ ഈ ജിമ്മിൽ ജോയിൻ ചെയ്യുന്നത്. ജസ്റ്റ് ഒരു മൈൻഡ് ഇതാവണം, കുറച്ച് സ്ട്രെങ്തനിങ് വർക്കൗട്ടൊക്കെ ചെയ്യണം. പക്ഷെ ജിമ്മിൽ വരുന്ന ആ ഒരു 2 മണിക്കൂർ എന്ന് വെച്ചാൽ അത്രയും ഹാപ്പി ആയിട്ടുള്ള, സ്റ്റാർട്ടിങ് വരുന്ന സമയത്തൊക്കെ കുറച്ച് ഡള്ളായിട്ടാണ് വരുന്നത്. ഇവിടെ വന്നതിന് ശേഷം തന്നെ നമ്മുടെ കൂടെയുള്ള പാർട്ട്നേഴ്സ് എല്ലാം പറയും ഇപ്പൊ കുറച്ച് ബ്രൈറ്റ്നെസ് ആയിട്ടുണ്ട് ഫേസ് ഒക്കെ. കാരണം ഹാപ്പി ഹോർമോൺസ് നമുക്ക് ജിമ്മിൽ വരുന്ന നമ്മൾ വർക്കൗട്ട് ചെയ്യുമ്പോൾ കുറച്ച് ഹാപ്പി ഹോർമോൺസ് നമുക്ക് ഉണ്ടാവും. അപ്പം അത് ത്രൂ ആണ് നമുക്ക് ആ ഒരു ഹാപ്പിനെസ് ഉണ്ടാവും. എന്നും ഒരുപാട് വിഷമങ്ങൾ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ പോലും നമുക്ക് ഈ ഒരു ജിമ്മിൽ വന്ന് വർക്കൗട്ട് ചെയ്യുമ്പോൾ ഉള്ളൊരു ഹാപ്പിനെസ് അത് വേറെ തന്നെയാണ്. ഇത് നമ്മൾ മൈൻഡിൽ ആ ഒരു വിഷമമൊന്നും വയ്ക്കേണ്ട ഒരു ആവശ്യം വരില്ല. അപ്പം ഈ മത്സരം ഇനം വന്നല്ലോ, അപ്പോഴത്തേന് ഇങ്ങനെ മാസ്റ്റർ തന്നെ ആയിരുന്നോ ഇങ്ങനെ നമുക്ക് ഇങ്ങനെ ഒരു സജഷൻ ഉണ്ട് അപ്പം നോക്കുന്നു എന്ന് മാസ്റ്റർ തന്നെ ആയിരിക്കുമല്ലോ ചോദിച്ചല്ലേ? അതെ അതെ അപ്പം തീർച്ചയായിട്ടും. അതിലേക്കുള്ള ഒരു പ്രിപ്പറേഷൻ ഒക്കെ എങ്ങനെയായിരുന്നു? ഫുഡ് കാര്യങ്ങള്, റൊട്ടീൻസ് ഒക്കെ ഈ അതായത് നമ്മൾ നിരന്തരം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഇതിൽ നിന്ന് മാറ്റി അങ്ങനെ വല്ലോ ടൈം ടേബിൾ അങ്ങനെ വല്ലതും ചെയ്യേണ്ട വന്നിട്ടുണ്ടോ? അത് തന്നെ, കുറച്ചുകൂടെ വർക്കൗട്ട് കുറച്ചുകൂടെ നല്ല പ്രോപ്പറായിട്ടുള്ള, നമുക്ക് കുറച്ച് ബോഡി നല്ല ഫിറ്റ് ആയിട്ടിരിക്കണമല്ലോ, അതിന് വേണ്ടിയിട്ട് കുറച്ചുകൂടെ അധികം വർക്കൗട്ടുകൾ ചെയ്തു. പ്രോപ്പറായിട്ടുള്ളൊരു ഡയറ്റ് പ്ലാൻ എല്ലാം ഇവിടുത്തെ മാസ്റ്റർ എന്നെ പറഞ്ഞു തന്നു, അത് ഫോളോ ചെയ്തു. then അതുപോലെ തന്നെ നന്നായിട്ട് വാട്ടർ ഇൻടേക്കിന്റെ കാര്യവും അങ്ങനെയൊക്കെ കറക്റ്റായിട്ട് ഡയറ്റ് കൂടെ ഫോളോ ചെയ്തു. അപ്പം വർക്കൗട്ട് മാത്രമല്ല, അതിൻ്റെ കൂടെ ഡയറ്റ് കൂടെ കറക്റ്റായിട്ട് ഫോളോ ചെയ്തു. നല്ലൊരു ഗുഡ് സ്ലീപ്പ് ഒക്കെ കൊടുത്ത് തന്നെയാണ് ഈ ഒരു ലെവലിലോട്ട് വന്നത്. ശരിക്കും ഉറക്കം എന്ന് പറയുന്നത് നമ്മുടെ ബോഡിയെ സംബന്ധിച്ചൊരു പ്രധാന ഇത് തന്നെയാണ് അല്ലേ? ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫാക്ടർ തന്നെയാണ് ഉറക്കം. അപ്പം ഈ ശരിക്കും ഈ നമ്മൾ ഇവിടെ വന്ന് ഈ പിന്നെ ജിമ്മ് കഴിഞ്ഞ് പോകുമ്പോഴത്തേനും നമുക്ക് ഒരു സ്വാഭാവികമായിട്ടൊരു ക്ഷീണം വന്ന് നമ്മൾ നന്നായിട്ട് ഉറങ്ങാൻ പറ്റും, അങ്ങനെയാണോ? അതോ അതിന്റെ വേറൊരു മെത്തേഡ് അങ്ങനെ വല്ലോ? അതെ, നമ്മൾ വർക്കൗട്ട് ചെയ്ത് കഴിയുമ്പോൾ തന്നെ നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ കുറച്ചുകൂടെ നല്ല രീതിയിൽ പ്രോപ്പറായിട്ട് നടക്കും. പിന്നെ നമ്മൾ പോയി കുളിച്ച് ഫ്രഷ് ആയിരിക്കും, ആ ഒരു 6 hours കറക്റ്റായിട്ടൊരു ഉറക്കം കിട്ടും. അതുപോലെ നമുക്കിപ്പോൾ പിന്നെ എങ്ങനെയായിരുന്നു ഈ മത്സരം ഇനത്തിലേക്ക് നമ്മൾ പോകുമ്പോഴത്തേന് ഇപ്പം എത്രയൊക്കെ ജില്ലകളെ റെപ്രസെൻറ്റേറ്റ് ചെയ്തായിരുന്നു നമ്മൾ എത്തിയത്? അതായത് ഇതിപ്പം 4 ജില്ല, അതായത് 4ാമത് കൊല്ലം ജില്ല ബേസ്ഡ് ആണ്. അതിനകത്ത് തന്നെ ഈ കാപ്പ അസോസിയേഷനിൽ ഒരു 60ഓളം ജിമ്മുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിൽ നിന്ന് തന്നെ ഒരു 100 above പീപ്പിൾ ഉണ്ടായിരുന്നു. അവരിൽ നിന്നാണ് നമ്മൾ മത്സരിച്ച് ഈ ഒരു ലെവലിലോട്ട് വരാൻ സാധിച്ചത്. 100 above ഉണ്ടായിരുന്നല്ലേ? അതെ, അത്രയും പീപ്പിൾ ഉണ്ട്. 100-ലധികം പേരുമായിട്ട് മത്സരിച്ചാണ് ഇത്രയും വലിയൊരു പുരസ്കാരം നേടിയെത്തി നിൽക്കുന്നത്. എന്തായാലും ഒരു അമ്മ എന്നുള്ള നിലയിൽ ഒരുപാട് സന്തോഷമുണ്ട്. കാരണം നമ്മളെയൊക്കെ പോലെ റെപ്രസെൻറ്റേറ്റ് ചെയ്തിങ്ങനെ ഒരു നേട്ടം എത്തി നിൽക്കുമ്പോൾ അത് ഭയങ്കര ഒരു ഏതൊരു സ്ത്രീയെ സംബന്ധിച്ച് നമുക്കൊരു അഭിമാനം തന്നെയാണ്. അപ്പം എന്തായാലും ഹൃദയം നിറഞ്ഞ ആശംസകൾ എൻ്റെ പേരിൽ അറിയിക്കുകയാണ്. അതുപോലെ നമുക്ക് ഈ ഒരു നേട്ടത്തിലേക്ക് എത്തുമ്പോൾ പല പല നഷ്ടങ്ങൾ നമ്മുടെ ജീവിതത്തിലും നമുക്കുണ്ടാവാറുണ്ട്. അപ്പൊ അങ്ങനെ എന്തെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? ഉണ്ടായിട്ടുണ്ട്. മെയിനായിട്ട് ഒരു ജോബ് ഉണ്ടായിരുന്നു, അപ്പൊ അത് ലീവ് എടുത്തതിന്റെ പേരിലാണ് എനിക്ക് ആ ജോബ് നഷ്ടപ്പെട്ടിരിക്കുകയാണ്. എങ്ങനെ ഇതിനു വേണ്ടി ലീവ് എടുത്തത്? ഇതിനു വേണ്ടിയിട്ട് ഒരു ദിവസം ലീവ് എടുക്കേണ്ടതായിട്ട് വന്നു. അത് ഞാൻ ഡിസംബറിൽ തന്നെ ആ ലീവ് പറഞ്ഞേ. അപ്പൊ ജനുവരിയിലാണ് പ്രോഗ്രാം, ഡിസംബറിൽ തന്നെ ആ ലീവ് ഞാൻ പറഞ്ഞിരുന്ന. പക്ഷേ എന്തോ അന്ന് പ്രോഗ്രാമിൽ കയറുന്നതിന് തൊട്ട് മുന്നെയാണ് എന്നെ വിളിച്ച് ഇൻഫോം ചെയ്യുന്നത്
ജോലി നഷ്ടപ്പെട്ടിട്ടിരിക്കുന്നു എന്നുള്ളത്. അപ്പോൾ ആ ഒരു മൈൻഡ് നമ്മൾ, അതായത് ഒരു മത്സരത്തിന് പങ്കെടുക്കാനായിട്ട് നിൽക്കുകയാണ് ഒരു ജില്ലയെ പ്രതിനിധീകരിച്ചല്ലേ, അതെ. അപ്പോഴത്തേന് പെട്ടെന്ന് ഇങ്ങനെ ഒരു മെസ്സേജ് കേൾക്കുമ്പോഴത്തേന് മൈൻഡ് ഡൗൺ ആയി കാണത്തില്ലേ അല്ലേ? തീർച്ചയായിട്ടും. ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ഇത്രയും ഒരു 39 ഇയേഴ്സ് ആയിട്ടുണ്ട്. ഫസ്റ്റ് ആണ് ഒരു സ്റ്റേജിൽ പെർഫോം ചെയ്യാൻ പോകുന്നത്. അതിൻ്റെ ഒരു ഫിയർ ഉണ്ട്. ദെൻ അതും കൂടാതെ ഇങ്ങനൊരു ജോലി നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞപ്പം അത്രയും ഫ്രസ്ട്രേഷനിലാണ് ആ സ്റ്റേജിൽ ഞാൻ പെർഫോം ചെയ്യുന്നത്. അതിലെനിക്ക് ഫസ്റ്റ് അടിക്കാൻ കഴിഞ്ഞതിൽ തന്നെ വളരെ സന്തോഷം. അത് ഇതിൻ്റെ അകത്ത് സപ്പോർട്ടായിട്ട് നിന്ന, ബാക്ക് ബോണായിട്ട് നിന്നത് എനിക്കുള്ള ജിമ്മിലുള്ള ടീം മെമ്പേഴ്സ് തന്നെയാണ്. ഇങ്ങനൊരു ഇൻസ്പിറേഷൻ തന്നതും അത് സപ്പോർട്ടായിട്ട് നിന്നതും ടീം മെമ്പേഴ്സ്, ഈ ജിമ്മിലുള്ള മെമ്പേഴ്സ് തന്നെയാണ്. അതിന് എനിക്ക് അവരോട് ഒരുപാട് താങ്ക്സ് ഉണ്ട്. ശരിക്കും ജോലിയിൽ നിന്നും പിരിച്ചു വിടുന്നു എന്നുള്ളൊരു മെസ്സേജ് പാസ് ചെയ്തവർക്ക് ഇതൊരു മധുര പ്രതികാരമായി തന്നെ കൊടുത്തേക്കാം അല്ലേ? മൊമെന്റോ. അപ്പൊ നമ്മളിങ്ങനെ മത്സരത്തിലെത്തി നിൽക്കുകയാണ്. അപ്പൊ ഈ മത്സര ഇനങ്ങളെ കുറിച്ചൊന്ന് പറയാമോ? ഇപ്പം സ്ത്രീകൾക്കായിട്ടുണ്ടായിരുന്നത് ലേഡീസ് ബോഡി ബിൽഡിംഗ് കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു. അതിനകത്തും ഞാൻ പ്രതിനിധീകരിച്ചിട്ടുണ്ട്. അല്ലാണ്ട് മം ഫിറ്റ്നസ് എന്ന് പറഞ്ഞിട്ട്, അതായത് ബേബി, ഇപ്പം കല്യാണം കഴിഞ്ഞ് ബേബീസ് ഉണ്ടായ അമ്മമാർക്ക് മത്സരിക്കാൻ പറ്റുന്ന ഒരു കോമ്പറ്റീഷൻ ഉണ്ട്. അല്ലാണ്ട് ലേഡീസ് ഫിറ്റ്നസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് മാരീഡ് ആണ്, കുട്ടികളൊന്നും ആയിട്ടില്ല, ടീനേജ് ആയിട്ടുള്ള പിള്ളേർ മുതൽ ഇങ്ങോട്ട് മത്സരിക്കും. അവരുടെ കൂടെ മത്സരിച്ചു? അല്ല, അവരുടെ കൂടെ മത്സരിച്ചിട്ടില്ല. അങ്ങനെയും കോമ്പറ്റീഷൻ ഉണ്ട്. ഞാനിപ്പോ മത്സരിച്ചത് മദർ ഫിറ്റ്നസിനകത്തും ലേഡീസ് ബോഡി ബിൽഡിംഗ് കോമ്പറ്റീഷനിലുമാണ് മത്സരിച്ചിട്ടുണ്ടായിരുന്നത്. ഇതിൽ മദർ ഫിറ്റ്നസിലാണ് എനിക്കിപ്പം ഫസ്റ്റ് ടോപ്പർ ആവാൻ കഴിഞ്ഞതിൽ. അത് ഫസ്റ്റ് ടൈം അങ്ങനെ ഒരു അച്ചീവ്മെന്റ്, ഫസ്റ്റ് ടൈം ഒരു സ്റ്റേജ്, ഫസ്റ്റ് ടൈമിൽ ഒരു അച്ചീവ്മെന്റ് കിട്ടിയപ്പം വളരെ ഹാപ്പിയാണ്. ഫാമിലി ഫുള്ളായിട്ട് ഹാപ്പിയാണ്. എന്നെ ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്തതുണ്ട്. ഫസ്റ്റ് സ്റ്റേജാണ്, ഈ ഒരു ഏജാണ്. ആ സപ്പോർട്ട് ചെയ്തവർക്കും എല്ലാവർക്കും താങ്ക്സ് പറയുന്നു. 2026 ആദ്യം തന്നെ നമ്മൾ നേട്ടം കൊയ്തു. അപ്പൊ ഇനി എന്താണ് ഫ്യൂച്ചർ പ്ലാൻ? ഇപ്പം ജില്ലാതല മത്സരമാണ് കഴിഞ്ഞത്. ഇനി സ്റ്റേറ്റ് ലെവൽ മത്സരം ഇപ്പം ഈ 10-11 ഡേറ്റിലാണ് വെച്ചിരിക്കുന്നത്. കാലിക്കറ്റ് വെച്ചിട്ടാണ്. അപ്പം അതിന് ഡയറക്റ്റ് എൻട്രി ഉണ്ട്, പോവാനൊക്കെ ഉണ്ട്. പക്ഷെ ഫിനാൻഷ്യലി നോക്കുമ്പോൾ, സാധാരണ കുടുംബമാണ്, ഫിനാൻഷ്യലി നോക്കുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. പോവാൻ ഇൻട്രസ്റ്റ് ഉണ്ട് നോക്കുമ്പോൾ. അത് നമ്മളെങ്ങനെ ഈ ജിം ബേസ് ആണോ ഇവിടുന്ന്, അതോ നമ്മള് കണ്ടസ്റ്റന്റ് നമ്മുടെ ഇഷ്ടപ്രകാരം പോകുന്ന അങ്ങനെ ഒരു ഇതാണോ? ജിമ്മ് ത്രൂ ആണ് പോകുന്നത്. ബാക്കി എക്സ്പെൻസ് എല്ലാം നമ്മൾ പേഴ്സണലി തന്നെയാണ് മീറ്റ് ചെയ്യേണ്ടത്. അതിന്റെ ഒരു അങ്ങനെയാണ്. അപ്പം ഏതെങ്കിലുമൊക്കെ സ്പോൺസർമാരെങ്കിലും ഒക്കെ ഹെൽപ്പ് ചെയ്യാമെങ്കിൽ തീർച്ചയായും നമ്മുടെ ധന്യെ സ്റ്റേറ്റ് ലെവലിൽ കൂടെ ഒന്ന് മത്സരിച്ചൊക്കെ തിരിച്ചു വരാൻ പറ്റുമായിരുന്നു അല്ലേ? അപ്പം നമ്മുടെ കുളത്തൂപ്പുഴയുടെ ഒരു രീതി വെച്ച് നോക്കുകയാണെങ്കിൽ ആദ്യമായിട്ടാണ് ഇവിടെ ഒരു ലേഡി ജിംനേഷ്യം വന്നിട്ടുള്ളത് അല്ലേ? അപ്പൊ അതിൽ നിന്നും ശരിക്കും ഇത്രയും വലിയൊരു നേട്ടം എത്തി നിൽക്കുമ്പോൾ എന്താണ് നിങ്ങളുടെ മാസ്റ്റർക്ക് പറയാനുള്ളതെന്ന് അദ്ദേഹത്തോട് തന്നെ നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം. നമസ്കാരം മാസ്റ്റർ. നമസ്കാരം. പവർഫിറ്റിന്റെ ഓണറാണ്. അതെ. ഇപ്പൊ എത്ര നാളായി കുളത്തൂപ്പുഴയിൽ സ്റ്റാർട്ട് ചെയ്തിട്ട്? കുളത്തൂപ്പുഴയിൽ 18 വർഷമായി സ്റ്റാർട്ട് ചെയ്തിട്ട്. ലേഡീസിനായിട്ട് തുടങ്ങിയിട്ട് 3 വർഷമായിട്ട്. 3 വർഷം. ഈ 3 വർഷം എന്ന് പറയുമ്പോഴത്തേന് നമുക്ക് സ്റ്റാർട്ടിങ്ങിൽ എല്ലാ വനിതകളും ഒന്നും അങ്ങനെ എത്തിച്ചേരാൻ? സ്റ്റാർട്ടിങ്ങിൽ വനിതകൾ വളരെ കുറവായിരുന്നു. എൻ്റെ വീട്ടിലെ സഹോദരി വൈഫും ഒക്കെ തന്നെയാണ് ആദ്യം വന്ന്. എൻ്റെ മോള് ഒക്കെ തന്നെയാണ് വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്തത്. പിന്നെ എൻ്റെ മോള് കഴിഞ്ഞ വർഷം ലേഡീസ് ഫിറ്റ്നസ് എന്ന് പറഞ്ഞൊരു പരിപാടിയിൽ പങ്കെടുത്ത് അവർക്ക് ജില്ലയിൽ സെക്കൻഡ് ഉണ്ടായിരുന്നു. അതൊക്കെ കണ്ടതിന് ശേഷം വീണ്ടും കുട്ടികൾ വന്നു. കഴിഞ്ഞ വർഷം ബോഡി ബിൽഡിങ്ങിന് നിത്യ എന്ന് പറഞ്ഞൊരു പെൺകുട്ടിയായിരുന്നു മിസ് കൊല്ലം ആയത്. നമ്മളെ ജിമ്മിൽ തന്നെയായിരുന്നു. ഇതേ കാപ്പ അസോസിയേഷൻ തന്നെയായിരുന്നു. കഴിഞ്ഞ വർഷം നേടിയിരുന്നു. നിത്യ എന്ന് പറഞ്ഞ പെൺകുട്ടിയായിരുന്നു. അത് വിളക്കുപാറയുള്ള കുട്ടിയാണ്. പക്ഷേ നമ്മളെ ജിമ്മിലാണ് വർക്കൗട്ട് ചെയ്യുന്നത്. അതിന്റെ അച്ഛൻ ഇവിടെ KSRTC ജോലിയുള്ളവര് കൊണ്ട് അത് ഇവിടെയാണ് അവർ താമസിക്കുന്നത്. ഇവിടെ തന്നെയായിരുന്നു. അപ്പം വീണ്ടും 2026 ആ പുരസ്കാരം വീണ്ടും ആവർത്തിച്ചിരിക്കുന്നു. അത് പവർ ഫിറ്റിന് തന്നെ വന്നിരിക്കുന്നു. ഈ വർഷം വന്നേക്കുന്നത് മോം ഫിറ്റ്നസ് എന്ന് പറഞ്ഞൊരു ഇതിലോട്ടാണ് വന്നേക്കുന്നത്. പവർ ഫിറ്റിന് തന്നെയാണ് വന്നേക്കുന്നത്. അത് ധന്യയുടെ ഒരു കഴിവ് തന്നെയാണ്. എങ്ങനെയാ ധന്യ എന്നുള്ളൊരു ട്രെയിനറെ സംബന്ധിച്ച് എങ്ങനെയാണ്? ട്രെയിനറെ സംബന്ധിച്ച് ധന്യ നല്ല ഹാർഡ് വർക്ക് ചെയ്തു. ധന്യ ഇപ്പൊ ഒരു 4 മാസം ആയി നമ്മളെ ജിമ്മിൽ വന്നിട്ടു. ശരിക്കും പറഞ്ഞാൽ 4 മാസം കൊണ്ട് ഒരാൾക്ക് ഈ ലെവലിൽ എത്താൻ പറ്റത്തില്ല. അപ്പം അത് ധന്യയുടെ ഹാർഡ് വർക്ക് തന്നെയാണ്. നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന ഓരോ വർക്കൗട്ടുകളും ധന്യ അതേപോലെ ഒക്കെ ചെയ്യുന്നുണ്ട്. ഡയറ്റ് ആയാലും
തന്നെ അതേപോലെ നോക്കി. അതുകൊണ്ടാണ് ധന്യക്ക് ഇതേപോലെ ശരീരം ഉണ്ടാക്കാനും ഇത്രയും പേര് പങ്കെടുത്ത ഒരു പരിപാടിയിൽ നിന്ന് ടൈറ്റിൽ വിന്നറായിട്ട് ധന്യക്ക് വരാൻ കഴിഞ്ഞത്. ഇപ്പൊ നെക്സ്റ്റ് അടുത്ത അതായത് സ്റ്റേറ്റ് ലെവലിലേക്ക് പോകാൻ ഉള്ള സ്റ്റേറ്റിലേക്ക് നമുക്ക് പിന്നെ അടുത്ത കോഴിക്കോട് വെച്ചിട്ടാണ് സ്റ്റേറ്റ് വന്നേക്കുന്നത്. അപ്പം ധന്യക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് സ്റ്റേറ്റ് ലെവലിലേക്ക് ഇറക്കാൻ കഴിയും. അപ്പോൾ അതിന് കുറച്ച് ചിലവൊക്കെ കൂടുതലാണ്. അപ്പോൾ അതെനിക്ക് കഴിയുമോ ഇല്ല എന്നുള്ള കുറിച്ച് തന്നെ എടുത്ത് ചോദിക്കണം. അതായത് നമ്മുടെ കുളത്തൂപ്പുഴ എന്ന് പറയുമ്പോൾ ഒരു ഗ്രാമപ്രദേശമാണല്ലോ. ആ ഗ്രാമപ്രദേശത്തിൽ നിന്നുകൊണ്ട് വനിതകളെ ഇങ്ങനെ ഉയർത്തിക്കൊണ്ടുവരാൻ, അതായത് ബോഡി ബിൽഡിംഗിൽ ഇത്തരം ഒരു ലെവലിൽ എത്തിക്കാൻ ഈ മാസ്റ്റർ കാണിച്ചൊരു അതായത് ആ ഒരു ഇതിന് സത്യം പറഞ്ഞ ഒരു ബിഗ് സല്യൂട്ട് തരികയാണ്. കാരണം നമ്മളൊന്ന് പുറത്തിറങ്ങി കഴിഞ്ഞാൽ സത്യം പറഞ്ഞ ഒരു 8 മണിക്ക് ശേഷം ഏതെങ്കിലും ഒരു സ്ത്രീ പുറത്തോട്ട് ഇറങ്ങി കഴിഞ്ഞാൽ, ഞാനടക്കം കേൾക്കുന്നതാണ്, അതുകൊണ്ടാണ് പറയുന്നത്, ഒരു വല്ലാത്തൊരു രീതിയിലാണ് നമ്മളെ നോക്കുകയും കാണുകയും ചെയ്യുന്ന ഒരു സമൂഹത്തിന്റെ പിറകിൽ നിന്നുകൊണ്ട് ഇത്തരം ഒരു വനിതകളെ ഇങ്ങനെ കൊണ്ടുവന്ന് നിങ്ങൾക്ക് ആരോഗ്യം മനസ്സും ഇല്ലേ നല്ല ഫ്രീ ആയിട്ട് ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് ഇത്തരം ഒരു സിസ്റ്റം ഒക്കെ ഒരുക്കി കൊണ്ടുവന്നതിന് ആശംസകളും ഒപ്പം ഈ ഒരു നേട്ടത്തിനും തീർച്ചയായും ആ ഒരു അംഗീകാരത്തിനും എല്ലാം നമ്മളെന്താ നാട്ടുവാർത്തയുടെ പേരിലും എന്റെ പേരിലും അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. തുടർന്നും നമുക്ക് ഈ പുരസ്കാരങ്ങളെല്ലാം ഇങ്ങനെ ലഭിച്ചുകൊണ്ടേയിരിക്കട്ടെ. നന്ദി. നാട്ടുവാർത്ത ടീം നമ്മുടെ സ്ഥാപനത്തിൽ വന്ന് ഇതുപോലൊരു വാർത്ത എടുക്കുകയും ഒക്കെ ചെയ്തതിൽ തന്നെ വളരെയധികം സന്തോഷമുണ്ട്. നിങ്ങൾക്കത് സ്വപ്നം കാണാൻ കഴിയുമെങ്കിൽ നിങ്ങൾക്കത് ചെയ്യാനും കഴിയും എന്നുള്ളതിന് തെളിവാണ് നമുക്ക് മുന്നിൽ ഇന്ന് വിശേഷങ്ങളുമായി എത്തിയ ധന്യയുടെ വിശേഷങ്ങൾ ഇവിടെ തീരുന്നില്ല. സ്റ്റേറ്റ് ലെവലിലൊക്കെ മത്സരിച്ചു വരുമ്പോൾ നമുക്ക് വീണ്ടും ധന്യയുമായി കാണാം. ഒപ്പം പുതിയ ഒരു അതിഥിയുമായി എത്തുന്നത് വരെ സൈൻ ഔട്ട്.